Good afternoon, sir. Yes, Naomi, good afternoon. Good afternoon, sir. Achikayam, good afternoon. Good afternoon, sir. Okay, Ankita, good afternoon. Yes, ഓണങ്ങളും മറ്റും എവിടെ വരെ എത്തി? Sorry, sir. എന്ത്? ഓണാഘോഷ പരിപാടി എവിടെ വരെ എത്തിയതാ? ഓ അങ്ങനെ തുടങ്ങുന്നുണ്ട് സർ. ആക്ച്വലി ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട്, അപ്പൊ അതിന്റെ പരിപാടിയില്ല. ഇപ്പൊ എവിടെയാ? ഞാൻ മാംഗ്ലൂർ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇപ്പൊ ഇവിടുന്ന് കേരളക്ക് ഓണത്തിന്റെ സെലിബ്രേഷനൊക്കെ അങ്ങോട്ട് പോകുന്ന പരിപാടിയാ. ഗുഡ് ആഫ്റ്റർനൂൺ. കേരളത്തിലെ ആഘോഷം വരുമ്പോ ബാംഗ്ലൂരിൽ പോകും, ബാംഗ്ലൂർ ആഘോഷം വരുമ്പോ കേരളത്തിൽ വരും അല്ലേ? വെരി ഗുഡ്. ഇല്ല, ഇപ്പൊ കേരളത്തിൽ തന്നെ, കേരളത്തിൽ ആഘോഷിക്കനി വേണായിട്ട് അങ്ങോട്ടേ പോകുന്നുണ്ട്. ഓക്കെ, ഇനി ആരെങ്കിലും വരുമോ? 4 പേരുള്ള 1 2 3 4 5. എന്തിനാണ് അധികം അല്ലേ? പ്രധാനപ്പെട്ട 5 പേരുമുണ്ട്, 6 പേരായി. എന്ത് പറയണം നമുക്ക്? ലെറ്റ് സ്റ്റാർട്ട്. Yes, sir. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. അപ്പൊ നമ്മൾ ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 12 ടെൻസിന്റെ ഫോമിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ സിമ്പിൾ പ്രസന്റ് ഉണ്ടായിരുന്നു, സിമ്പിൾ പാസ്റ്റ് ഉണ്ടായിരുന്നു, സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ടായിരുന്നു. പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും ഉണ്ടായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസും ഉണ്ടായിരുന്നു. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് അതുണ്ടായിരുന്നു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ 12 ടെൻസുകളെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. അങ്ങനെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഓരോ ടെൻസുകളുടെയും സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. സബ്ജക്റ്റ് വെർബിന്റെ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആണ്, സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആണ്, സബ്ജക്റ്റ് വെർബിന്റെ സബ്ജക്റ്റ് വില്ലല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ പ്രസന്റ് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അങ്ങനെ നമ്മൾ 12 എണ്ണത്തിന്റെയും നമ്മൾ സ്ട്രക്ചർ കൂടി നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായി. അത് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കണം, കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അത് നമുക്ക് ആവശ്യം വരും. ഇവിടെ നിന്ന് അങ്ങോട്ട് പഠിക്കുന്ന പല കാര്യങ്ങളിലും നമുക്ക് ഈ ടെൻസ് ഏതാണ്, ഒരു സെന്റൻസ് കാണുമ്പോൾ ഏതാണ് നമ്മൾ അറിയേണ്ടി വരും. എങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ ഭംഗിയാക്കാൻ പറ്റുള്ളൂ. യെസ്, അപ്പൊ അത് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ വിഷയത്തിലോട്ട് വീണ്ടും വരികയാണ്. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാണ്. അജിക്കായി ഞാനൊരു സിറ്റുവേഷൻ പറയട്ടെ. ശരി അല്ല, ആർ യു മാരീഡ്? ഭർത്താവ് ശബ്ദം കേട്ട് ചെയ്യാൻ പറയോ? സാർ പറയുന്നത് കേൾക്കാനില്ല. അജി ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ ഓക്കെ, ആൻസർ പറയാൻ നേരാകുമ്പോ ഓണാക്കിയാൽ മതി. ഓക്കെ ഓക്കെ, അജി കേൾക്കാതെ. അതായത് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടച്ചി വീടിന്റെ ഫ്രണ്ടിലേക്ക് വരും. വന്നു കഴിയുമ്പോൾ ഭർത്താവിന്റെ സുഹൃത്ത് അവിടെ നിൽക്കുന്നു. ഭർത്താവിനെ അന്വേഷിച്ച് വന്നാണ് പറയുന്നത്. അജി തിരിച്ച് വീടിന്റെ അകത്തേക്ക് എന്റെ ഭർത്താവിനോട് പറയുന്നു, നിങ്ങളെ വിളിക്കുന്നു. എന്താ പറയണത്? നിങ്ങളെ വിളിക്കുന്നു. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? Call your friend. Call your friend എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫ്രണ്ടിനെ വിളിക്കാറുള്ളത്. നിങ്ങൾ ഫ്രണ്ടിനെയല്ല, നിങ്ങളെയാണ് ഫ്രണ്ട് വിളിക്കുന്നത്. ഫ്രണ്ട് എന്നുള്ള വാക്ക് വേണ്ട, നിങ്ങളെ വിളിക്കുന്നു, അത്ര മതി. വന്ന ആള് സുഹൃത്തല്ല, നമുക്ക് പരിചയമില്ലാത്ത ഒരാളാണ്, ആദ്യമായിട്ട് വന്നതാണ്. അകത്ത് നിന്നിട്ട് പറയുന്നു, നിങ്ങളെ വിളിക്കുന്നു.
Yes, Ashmi. Shafina CS. Yes, sir. നിങ്ങളെ വിളിക്കുന്നു. ഇംഗ്ലീഷ് പറയും. You are called. You are called. Very good. Correct ആണ്. You are called. ഞാൻ അടുത്തൊരു ചോദ്യം കൂടി ഷെഫീനോട് ചോദിക്കാം. നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 12 ടെൻസിലെ യു ആർ കോൾഡ് എന്ന് പറയുന്നത് ഏത് ടെൻസിന്റെ ഫോം? അത് ടെൻസിൽ കാണാനില്ല സാർ. സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അവിടെ അല്ലേ? യെസ്, ടെൻഷൻ ഇല്ലാത്തതാണ്. ഓക്കെ. ഓ ശരി. അപ്പൊ പിന്നെ നമ്മൾ ചോദിക്കൂലേ? യെസ്, യു ആർ കോൾഡ്. ഓക്കെ ഷെഫീന, നമുക്ക് വിഷയത്തിലോട്ട് വരാം. യെസ്, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് കിടക്കാം. ഇപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് രാമൻ പാമ്പിനെ കൊന്നു. ആ രാമൻ പാമ്പിനെ കൊന്നു എന്നുള്ള ആ വാചകം സിയ പ്രിയ രാമൻ പാമ്പിനെ കൊന്നു എന്നുള്ളൊരു വാചകം പ്രിയ എന്നോട് തിരിച്ചു പറയണം. തിരിച്ചു പറയുമ്പോ ആദ്യത്തെ വേർഡ് പാമ്പ് എന്നായിരിക്കണം. പാമ്പ് എന്ന് പറയുന്ന വേർഡ് തുടങ്ങി ഇതേ സെന്റൻസിൽ തിരിച്ചു കൊടുക്കണം. രാമൻ പാമ്പിനെ കൊന്നു. പാമ്പ് എന്നുള്ളത് ആദ്യം വരണം. ഫസ്റ്റ് വേർഡ് പാമ്പായിരിക്കും. മലയാളത്തിൽ പറഞ്ഞാൽ Snake was killed by Raman. Snake was മലയാളത്തിൽ എന്താ പറയുക? രാമൻ പാമ്പിനെ കൊന്നു. പാമ്പ് ഉച്ചാരിപ്പിക്കും. The snake was killed by Raman. അത് കറക്റ്റ് ആണ്, പറഞ്ഞു, സമ്മതിച്ചു. ഞാൻ മലയാളത്തിൽ ചോദിച്ചത് പാമ്പ് എന്ന് പറയുന്ന വേർഡ് മലയാളത്തിൽ വെച്ചിട്ട് ആലോചിച്ച് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. യെസ്, പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. ഇതാണ് കറക്റ്റ്. ഈ സംഗതിയാണ് നമ്മൾ ഇനി ഉള്ളത് പഠിക്കാൻ പോകുന്നത്. യെസ്, അപ്പൊ ഞാനിവിടെ ഒരു വാചകം പറയാം. നിങ്ങൾ ആ വാചകം ഒന്ന് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആരംഭിക്കാം. എഴുതിക്കോ. They drink tea. They drink tea. Okay, ഈ വാചകത്തിലോട്ട് നോക്കുക. They എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സബ്ജക്റ്റ് ആണ്, പ്രവൃത്തി ചെയ്യുന്നതാണ്. ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബാണ്. അവർ ചെയ്ത പ്രവൃത്തി, അവരെന്ത് ചെയ്തു? കുടിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഡ്രിങ്ക് എന്ന് പറയുന്ന വെർബിനോട് യു ക്യാൻ ആസ്ക് 2 questions. നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ ചോദിക്കും. ആ 2 ചോദ്യങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് വാട്ട്, അടുത്തത് ഹും. വാട്ട് ഓർ ഹും, ഇതല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കരുത്. ആ ചോദ്യത്തിന്റെ ആൻസർ അല്ല, ഈ 2 ചോദ്യങ്ങളുടെ ആൻസർ. ആ ആൻസർ ആയിട്ട് കിട്ടുന്ന വാക്കിനെ പറയുന്ന പേരാണ് ഓബ്ജക്റ്റ്. അതിനെ പറയുന്ന പേരാണ് ഓബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കും. എല്ലാ സെന്റൻസുകളിലും ഓബ്ജക്റ്റ്, മൂന്നാമത്തെ വാക്ക് ഓബ്ജക്റ്റ് ആവുന്ന നിർബന്ധമൊന്നുമില്ല, ചിലപ്പോൾ 4ാമത്തേക്ക് വരാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ചോദ്യങ്ങൾ ആ സെന്റൻസിലെ വെർബിനോട് ചോദിക്കുക, whom or what. Then we will get an answer. That answer is object. ആൻസർ ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. ഇനി അടുത്ത ചോദ്യം അഭിരാമിയോടാണ്. അഭിരാമി, ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന വാചകമില്ല, ദേ ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞത്. അത് ഈ 12 ടെൻസ് നമ്മൾ പഠിച്ചതിൽ ഏതിൽ വരും? പ്രസന്റ് ടെൻസ് ആവില്ലേ സാർ? പ്രസന്റ് ടെൻസ് സിമ്പിൾ പ്രസന്റ് ഉണ്ട്, പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ട്, പ്രസന്റ് പെർഫെക്റ്റ്, സിമ്പിൾ പ്രസന്റ്. Simple present. Are you
ഷുവർ? ഓക്കെ. ഓക്കെ, കറക്റ്റ് ആണ് പറഞ്ഞത്, കൃത്യമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് അഭിരാമിക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ അഭിരാമിയുടെ മനസ്സിലുണ്ട്. സബ്ജക്റ്റ്, പിന്നെ വെർബിന്റെ പ്രസന്റേഷൻ ഉപയോഗിച്ച സിമ്പിൾ പ്രസന്റ് ആണ്. നോക്കുമ്പോൾ സബ്ജക്റ്റ് ദേ ഉണ്ട്, ഡ്രിങ്ക് പ്രസന്റ് ടെൻസ് ഓഫ് വെർബാണ്. അപ്പൊ അതിന് അഭിരാമിക്ക് മനസ്സിലായി ഇത് സിമ്പിൾ പ്രസന്റ് ആണ് എന്ന് മനസ്സിലായി. ഇത് നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. ഓരോ വാചകം കാണുമ്പോഴും ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റണം. അങ്ങനെ പറ്റിയെങ്കിൽ മാത്രമേ ഇനിയുള്ള നമുക്ക് ഇനി അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റൂ. യെസ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റേഷനാണ്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ ആ വാചകത്തിന്റെ പാസീവ് വോയിസ് എഴുതാൻ വേണ്ടിയിട്ട് എഴുതിക്കോ, താഴെ എഴുതിക്കോ, പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസന്റ് കിട്ടുകയാണ്. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസന്റ്. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസന്റ് എഴുതിയ അതിന്റെ അടിയിൽ എഴുതുക ഓബ്ജക്റ്റ് പ്ലസ് OBJECT. ഓബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഈസ് ഒരു സ്ലാഷ്, ആം ഒരു സ്ലാഷ്. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വി. വെർബ് എന്ന് പറയുന്ന ഷോർട്ട് ഫോമാണ് ഞാൻ എഴുതിയത്. വി. യെസ്. വിയുടെ ബ്രാക്കറ്റിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക അല്ലെങ്കിൽ V3 എഴുതുക. ഏതെങ്കിലും എഴുതിയാൽ സെയിം ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്. അപ്പോ ഒരു കാര്യം ഓർത്തിരിക്കുക, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ ഓബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ആദ്യം എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ് ചേർക്കുക, അല്ലെങ്കിൽ ആം ചേർക്കുക, അല്ലെങ്കിൽ ആർ ചേർക്കുക. പിന്നെ വെർബിന്റെ V3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മൂന്നാമത്തെ ഫോം എഴുതുക. അപ്പൊ അതുകൂടെ നോക്കാം. ദേ ഡ്രിങ്ക് ടീ. ഇത് ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നത്. എന്ത് കുടിക്കുന്നു? ടീ കുടിക്കുന്നു. ടീ നമ്മളെടുത്ത് ടീ ഒബ്ജക്റ്റ് കിട്ടി. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ടീയുടെ കൂടെ എന്ത് വരും? ഈസ് വരും. ടീ ഈസ്. ഡ്രിങ്ക് എന്ന് പറയുന്ന വെർബിന്റെ മൂന്നാമത്തെ ഫോം ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. DRUNK. അത് എഴുതുക. ടീ ഈസ് ഡ്രങ്ക്. ഓക്കെ. ഇനിയുള്ള ബാലൻസ് ദേ കിടപ്പുണ്ട്. അവിടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. എഴുതി വെച്ചിരുന്നു ദേ എന്നാണെങ്കിൽ ദം എന്ന് മാറ്റണം. ദേ എന്നാണെങ്കിൽ ദം. ദേ ഒരു ആരോ മാർക്കിട്ടിട്ട് ദം എഴുതി. ദേ ആണെങ്കിൽ ദം ആക്കണം. ഷീ ആണെങ്കിൽ ഹെയർ ആകണം. ഷീ ആണെങ്കിൽ ഹെയർ എന്ന് മാറ്റണം. ഹി ആണെങ്കിൽ ഹിം എന്നാകണം. ഹിം. യു ആണെങ്കിൽ മാറ്റണ്ട, അതുപോലെ യു തന്നെ ചെയ്യാം. അടുത്തത് വി ആണെങ്കിൽ വി. വി ആണെങ്കിൽ അസ് എന്ന് മാറ്റണം. US അസ്. അടുത്തത് ഐ ആണെങ്കിൽ മീ എന്ന് മാറ്റണം. ഐ മീ എന്ന് മാറ്റണം. ഓക്കെ. അപ്പൊ അത്രയും കാര്യം. യെസ്. ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ കൂടി വരും. അപ്പൊ നമുക്ക് നോക്കാം. ടീ ഈസ് ഡ്രങ്ക്. അതേ എന്നുള്ളത് അങ്ങോട്ട് മാറുമ്പോ ദം ആക്കുക. തൊട്ടും മുന്നിൽ എന്ത് ചെയ്യുക? ഒരു ബൈ എന്ന് കൂടി ചേർക്കുക. BY ബൈ. അപ്പൊ ടീ ഈസ് ഡ്രങ്ക് ബൈ ബി. കറക്റ്റാണ്. 2 മാർക്കാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ പിന്നെ രത്നച്ചുരുക്കമായിട്ടുള്ള കാര്യം പറയാം. ആദ്യം തന്നെ സെന്റൻസ് നോക്കണം. നോക്കിയിട്ട് അതിന്റെ ടെൻസ് ഏതാണെന്ന് അറിയണം. ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണെന്ന് ബോധ്യപ്പെട്ടാൽ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. സെന്റൻസിന്റെ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 ചോദ്യങ്ങളുണ്ട്. ഹും ഓർ വാട്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരമായിരിക്കും ഓബ്ജക്റ്റ്. ചിലപ്പോ ഹുമ്മിനും ഉത്തരമുണ്ടാവാം, വാട്ടിനും ഉത്തരമുണ്ടാവാം. അപ്പൊ 2 ഓബ്ജക്റ്റ് ഉണ്ടെന്നാണ്. അപ്പൊ 2 രീതിയിൽ എഴുതാന്ന്. യെസ്.
അപ്പൊ whom or what എന്ന് പറയുന്ന ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ we will get an answer. That answer is called object. ഒബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആ ഇല്ല ഏതെങ്കിലും ഒന്ന് ചേർക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുക. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം പോസിറ്റീവ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക. യെസ്, ഞാൻ വാചകം പറ്റി ചെയ്യാൻ പറ്റുമല്ലോ. എഴുതി എഴുതിയോ? I read English books. I read English books. അടുത്ത ചോദ്യം, she cooks, COOKS, cooks food neatly, NEATLY, neatly. അടുത്തത്, സാർ ഒന്നുകൂടെ പറയോ? she cooks, COOKS, cooks food neatly, NEATLY. അവിടെ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത വാചകം, അയ്യല്ല, she teaches, TEACHES, teaches she teaches English poems. Okay, anyway. തന്നിരിക്കുന്ന വാചകത്തിൽ നിന്ന് ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുക. അവിടെ മാത്രം തെറ്റേണ്ടതാണ് നിങ്ങളുടെ ഓബ്ജക്റ്റ് രണ്ട് ചോദ്യങ്ങളുണ്ട്, whom or what അതാണ് ഓബ്ജക്റ്റ്. ആ ഓബ്ജക്റ്റിന്റെ ആൻസർ ആദ്യം എഴുതുക. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ചേർക്കുക. വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുക.
Okay, Naomi, very good, very good. മറ്റുള്ളവർ കഴിഞ്ഞോ? കഴിഞ്ഞോ? So will you see the same question? Okay, Shafina, very good, very good, very good, very good. Yes. വായിച്ചോളൂ നാമി, ആദ്യത്തിന്റെ വായിച്ചോളൂ. Okay, sir. ചോദ്യം വായിക്കാൻ ശ്രമിക്കുക. I read English books. The passive voice lakumbo English books are read by me. Very good. Correct, correct. English books are read by me. Spelling READ തന്നെയാണ് read by me എന്ന് പറയുന്നത്. Yes. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതെങ്ങനെ വന്നുവെന്നോ അല്ലെങ്കിൽ എന്താണ് സംശയം എന്ന് വെച്ചാൽ ചോദിക്കുക. അജിക്ക് അടുത്തത്. അജി. Yes, sir. English poem is teach here. Question വായിക്കാം. She teaches English poems. English poems is teach her. അജി ഇംഗ്ലീഷ് പോയം എന്നല്ല പറഞ്ഞത്, ഇംഗ്ലീഷ് പോയം എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? പോയം പോയം. അപ്പൊ ഈസു English poems are teach her. അവിടെ ചെറിയ മിസ്റ്റേക്ക് പറ്റി, ടീച്ചറിന് മിസ്റ്റേക്ക് പറ്റി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടീച്ച് അതിന്റെ പാസൻസ് എന്താണ്? ടോട്ടാണ്. TAUGHT ടോട്ട്. ഫാസ്റ്റ് പാർട്ടിസിപ്പിളും ടോട്ട് തന്നെയാണ് TAUGHT. അപ്പൊ അവിടെ ഒന്ന് കറക്റ്റ് ചെയ്യണം. ഇംഗ്ലീഷ് പോയംസ് ആർ ടോട്ട്. ശരിയല്ലേ? ബൈ ഹെർ, ബൈ ഹെർ. കറക്റ്റ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. ആഷ്മി മോൾ. ഷെഫീന. Sir. പറഞ്ഞോളൂ. She cooks food neatly. Answer: food ഒരു പഠിക്കാച്ചത് food cook. ഫുഡ് കുക്ക്ഡ്. She cooks food neatly. by her neatly. ചെയ്തു പോയല്ലേ ഷെഫീന? നിസ. Food cooked by her neatly. യെസ്. അതിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞതൊന്ന് വായിച്ച ഷെഫീന. എങ്ങനെയാണ് എഴുതേണ്ടത്? സ്ട്രക്ചർ പറഞ്ഞു. ഒബ്ജക്റ്റ് പ്ലസ് പറഞ്ഞു. Object plus is plus we past participle. ഈ സാമാറിൽ ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് ഷെഫീന വിട്ടുപോയില്ലേ? Am I right? ഷെഫീനയുടെ പാചകത്തിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു സാർ. ഫുഡ്. അത് കേട്ടില്ല. എന്നാ ഒന്നുകൂടി പറഞ്ഞു. ഫുഡ് ഈസ് ഷെഫീന പകുതിയിൽ ഇട്ടുള്ളൂ. കട്ടായി കട്ടായി പോകണം. റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും. അപ്പൊ ഞാൻ ആൻസർ വായിക്കാം. ഫുഡ് ഈസ് കുക്ക്ഡ്, COOKED, കുക്ക്ഡ് neatly by her. Food is cooked neatly by her. അങ്ങനെയാണ് എഴുതിയിട്ടുള്ളവർക്ക് ടിക്കിടുക. സംശയമുള്ളവര് ചോദിക്കും. യെസ്. എന്ത് പാകം ചെയ്യുക? ഭക്ഷണം.
നെറ്റ്വർക്ക് ആയിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം ഷെഫിന. യെസ്. അടുത്തത് ദ പ്രസിഡന്റ്, PRESIDENT, പ്രസിഡന്റ് appoints, APPOINTS, appoints him, full stop. The judge finds, FINDS. The judge finds them, THEM, them guilty, GUILTY. The judge finds, FINDS, finds them guilty. ലാസ്റ്റത്തെ വേർഡ് ഒന്നും കൂടി പറയൂ സാറേ. Guilty, 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 കുറ്റം. യെസ്, ഓണം സെലിബ്രേഷൻ ഒക്കെ എവിടം വരെയായി? അതിര, AS, തസ്നീം? Yes, sir. How are you? Fine, thank you. Very good, very good, very good. ഓണം സെലിബ്രേഷൻ ഒക്കെ എവിടം വരെയായി? ഓരോരുത്തരും ഓരോന്ന് പരിപാടികളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നാളെയല്ലേ? നാളെ. വെരി ഗുഡ്, വെരി ഗുഡ്. റിഹേഴ്സലൊക്കെ കഴിഞ്ഞിരിക്കാനായില്ല. തസ്നീമിയുടെ പരിപാടി എന്താണ്? എന്റെ പരിപാടി ഇല്ല. പിന്നെ ഈ ഇരിക്കുന്നതിൽ ആരുടെ പരിപാടിയുള്ളേ? ഓണപ്പാട്ട് ആരുടെ പറഞ്ഞിരിക്കുന്നത്? ഓണപ്പാട്ടാരല്ലേ? അജിത, ശ്രീദേവി. ശ്രീദേവിയുടെ കാണാനല്ല, അജിയുണ്ട്. നമ്മൾ അജിക്കായല്ലേ? അല്ല അജിത അജിക്കായല്ല. അല്ല, അജിത വേറെ ആളാ. സാറ് നാളെ ക്ലാസ്സിൽ കയറുക. അപ്പൊ ആരൊക്കെ പരിപാടി അവതരിപ്പിക്കണമെന്ന് കാണാം. സാർ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. ടുമോറോ ഈസ് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ. നവമിയുടെ എന്ത് പരിപാടിയുള്ള? നിങ്ങളെല്ലാവരും ഭയങ്കര കലാകാരികളൊക്കെയാണ് പറഞ്ഞ് ടീച്ചർ അവിടെ നിന്ന് പറഞ്ഞ കേൾക്കാം. അത് കഴിഞ്ഞ തവണത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ പരിപാടി കണ്ടിട്ടായിരിക്കും. അത് തകർത്തു. പങ്കെടുത്തവരൊക്കെ തകർത്തു. ഞാനില്ല കേട്ടോ. ഈ ഞാൻ എന്താ മാറി നിൽക്കണേ? ഇല്ല, അതിലൊരു ഫോട്ടോ അയച്ചു കൊടുത്തായിരുന്നു. അതിൽ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം MT വിദ്യാർത്ഥികളുടെ 7-8 ആണെന്ന് തോന്നുന്നു കോൺവെക്കേഷൻ സെറിമണി വന്നു കഴിയുമ്പോ 6 or 7 ആണ്. 6 ആണ്. അവര്
ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ പഠിച്ചു പല സ്ഥലങ്ങളിലൊക്കെ കുട്ടികളാണ് പഠിച്ചുകൊണ്ട് വന്നൊക്കെയാണ് റെഡിയായിട്ട് വാട്സപ്പ് വഴി പഠിച്ചു റെഡിയായിട്ട് തകർപ്പം കൊടുക്കും. Yes. Nisam Rashid. Sia. Then, okay, correct. Shafina. Priya. Sir, Priya. Chodyam vaiki, answer vaiki. the president appoints him. Answer, he is appointed by the president. Okay, correct. Okay, Sia, no problem. Yes. Correct answer. Okay. The president appoints him. President അവനെ അപ്പോയിന്റ് ചെയ്യുന്നു. എന്ത് അപ്പോയിന്റ് ചെയ്യുന്നു? ആൻസർ ഇല്ല. ആരെ അപ്പോയിന്റ് ചെയ്യുന്നു? അവനെ. അപ്പൊ ഹിം എന്നുള്ളതാണ് ഇതിനകത്ത് ഒബ്ജക്റ്റ്. ഹിം വെച്ച് നമുക്ക് സെന്റൻസ് ആരംഭിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഹി എന്നാണ്. ഇവിടെ ഹിം എന്നുള്ളൊരു പകരം ഹെയർ ആയിരുന്നെങ്കിൽ ഷീ വെച്ചിട്ട് ആരംഭിക്കണം. ഇവിടെ ഹിമ്മോ അല്ല ഹെയറോ അല്ല, പകരം ദം ആയിരുന്നെങ്കിൽ ദേ വെച്ച് ആരംഭിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ പ്രിയ പറഞ്ഞത് കറക്റ്റ് ആണ്. He is appointed governor by president. Yes. ഇവിടെ എപ്പോഴും കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഷെഫീന. ഓക്കെ ഇവിടെ എപ്പോഴും കാര്യം ശ്രദ്ധിക്കേണ്ടത് പാസീവ് വോയിസിൽ ആരാണോ ആക്ഷൻ ചെയ്തത്, പ്രവൃത്തി ചെയ്ത് അയാൾക്ക് പ്രാധാന്യമില്ല. ചെയ്ത പ്രവൃത്തിക്കാണ് ഇമ്പോർട്ടൻസ്. ചെയ്ത പ്രവൃത്തിക്കാണ് ഇമ്പോർട്ടൻസ്. ചെയ്ത ആൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ഈ നമ്മളിപ്പോ ആൻസറിലെ ആ ബൈ മുതലില്ലേ, ബൈ മുതലുള്ളത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാനത് പറഞ്ഞത് അതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ബൈ തുടങ്ങിയുള്ളത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഒമിറ്റ് ദ ഏജന്റ് എന്ന് പറയും. എന്നുവെച്ചാൽ അതിന് ആ പ്രവൃത്തി ചെയ്ത ആളില്ല, അതിനെ ഒഴിവാക്കിക്കൊള്ളാൻ പറയും. ഒമിറ്റ് ദ ഏജന്റ്. ഒമിറ്റ് ദ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ മുതലുള്ളത് വേണ്ടതാണ്, ബാക്കിയുള്ളതും മതി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എന്ത് വരും? He is appointed. ഇത്രയും വരുള്ളൂ. യെസ്, ഇവിടെ ഗ്യാപ്പുള്ളതിന്റെ പേരിലും വലിയ കുഴപ്പങ്ങളുടെ പേരിലും ബൈ കൂടി ചേർത്ത് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ സി കഴിഞ്ഞു, പ്രിയ കഴിഞ്ഞു, അഭിരാമി ബൈക്ക്. English, the judge find them guilty. ഗിൽറ്റിയാണ്, ഗിൽറ്റി. ജഡ്ജ് അവരിൽ കുറ്റം കാണുന്നു. ഇതിനകത്ത് ഒബ്ജക്റ്റ് ഏതാണ്? ജഡ്ജ് them അവരെ. അപ്പൊ അതിങ്ങോട്ട് they found. അവിടെ ഒരു ചെറിയ പ്രശ്നം വരും. they are found by judge guilty. they are found എന്നൊരു വാക്ക് വിട്ടുപോയി. they are found judge by guilty. ഈ ബൈ തുടങ്ങി കഴിഞ്ഞോളൂ ഏറ്റവും ലാസ്റ്റ് ചേർത്താൽ മതി. കാരണം നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കിയത്. അപ്പൊ അപ്പോൾ ഗിൽറ്റി ഇല്ലേ, അതും കൂടി ചേർത്തിട്ട് ബൈ ചേർത്താൽ മതി. അത് ഞാൻ കറക്റ്റ് പറഞ്ഞേ. എന്നിട്ട് പറഞ്ഞ സാർ എന്താ പറഞ്ഞത്?
ഗിൽറ്റി കഴിഞ്ഞതിന് ശേഷം ബൈ ചേർത്താൽ മതി. Okay. They are found judge guilty. ലാസ്റ്റ് They are found guilty by judge. by judge. Floyd. They are found guilty by the judge. Okay. രണ്ടെണ്ണം പറഞ്ഞു. ഓക്കെ. അപ്പോ ഓണമൊക്കെയാണ്. ഞാൻ ഓണത്തെ കുറിച്ച് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോ ഓരോരുത്തരുടെയും ചോദിക്കാം. ചോദിക്കുന്ന ആൾ ഉത്തരം പറയാം. 1 മിനിറ്റ് ആണ് ഉത്തരം പറയാൻ കൊടുക്കുന്ന സമയം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടും ഉത്തരം പറഞ്ഞില്ല എങ്കിൽ ആർക്ക് വേണമെങ്കിലും പറയണം. അപ്പോ സിമ്പിൾ ചോദ്യമാണ്, വെരി വെരി സിമ്പിൾ. ഇംഗ്ലീഷൊക്കെ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റ് ഡോസ് എടുക്കുന്നതാണ്. സോ ഐ ആം ഗോയിങ് ടു ആസ്ക് യു 1 ക്വസ്റ്റ്യൻ. ചോദിക്കുന്ന ആൾ പറയുക, ഉത്തരം പറയുക. 1 മിനിറ്റ് ആണ് സമയം. 1 മിനിറ്റ് വേണ്ട, 1/2 മിനിറ്റ് ഉള്ളത് പറയാം. യെസ്. അപ്പോ അതിന്റെ ഏകദേശം 1 മിനിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആർക്ക് വേണമെങ്കിലും പറയാം. നവമി, ആർ യു റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓക്കെ. ചോദ്യം ഇതാണ്, വിച്ച് സ്റ്റേറ്റ് ഈസ് നോൺ KNOWN known for the festival of Onam? കേരള. വെരി ഗുഡ് ആൻസർ. അപ്പോ നവമിക്ക് ഒരു പോയിന്റ് കിട്ടുന്നു. യെസ്. അജി, ചോദ്യം കേട്ടതിന് ശേഷം അൺമ്യൂട്ട് ചെയ്താൽ മതി, കേട്ടോളൂ. അല്ലെങ്കിൽ ചിലപ്പോ ചോദ്യം കേട്ടാവില്ല. ചോദ്യം ഇതാണ്, നെയിം ഓഫ് ദ കിങ്, KING, king associated with the legend of Onam. Name of the king. മാവേലി തമ്പുരാൻ. Correct. മാവേലി. Okay. Correct ആണ് അജി. ഓക്കെ. ആഷ്മി മോൾ ഉണ്ടോ? ആഷ്മി മോൾ ഉണ്ടെങ്കിൽ ആഷ്മി മോൾ പറയട്ടെ. ആഷ്മി മോൾ പാസ് ചെയ്ത് കഴിഞ്ഞാല് ഷെഫീനെ കൊടുക്കാം. ഷെഫീനക്ക് കഴിഞ്ഞതിന് ശേഷം കോമൺ ആയിട്ട് കൊടുക്കാം. ഇപ്പൊ ഇതുവരെ ആർക്കും കോമൺ ആയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ചോദ്യം ഇതാണ്, ആഷ്മി മോളോട് ചോദ്യം, വിച്ച് മന്ത് ഇൻ മലയാളം കലണ്ടർ ഡസ് ഓണം fall? ആഷ്മി മോൾ. യെസ്, ആഷ്മി മോൾ ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് ഷെഫീനെ കൊടുക്കാം. പറഞ്ഞോളൂ. ചിങ്ങം. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. ചിങ്ങം. വെരി ഗുഡ്. യെസ്. അടുത്ത ചോദ്യം നിസാം റഷീദിനോടാണ്. യെസ്, നിസാം റഷീദ് പറഞ്ഞില്ലെങ്കിൽ പ്രിയല്ല. യെസ്, ചോദ്യം ഇതാണ്, അറിയാൻ പാടില്ല, പാസ് പറഞ്ഞാൽ മതി, അടുത്ത കൊടുക്കാം. വിച്ച് അവതാർ of Vishnu is associated with the legend of Onam? Which avatar of Vishnu is associated with the legend of Onam? നിസാമില്ലാന്ന് തോന്നുന്നു. പ്രിയ. വാമനൻ is a correct answer. Correct. Vamanan is a correct answer. അടുത്ത ചോദ്യം അഭിരാമിയോടാണ്. അഭിരാമി, ആർ യു റെഡി? Yes, sir. ചോദ്യം ഇതാണ്, the traditional floral, FLORAL, the traditional floral decoration made during Onam is called dash. പൂക്കളം. Yes, correct answer. Very good. പൂക്കളം. The traditional floral decoration made during Onam. Correct answer. പൂക്കളം. അടുത്ത ചോദ്യം തസ്ലീം ബേബി. Very simple. The traditional feast, the traditional feast
served during Onam is known as dash. ഓണസദ്യ. Onasadhya. Very good, very good, very good, very good. Okay, 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 okay. Nadia Jasmine. Nadia. അപ്പോ നാദിയക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ സജനക്ക് തരാം കേട്ടോ. ചോദ്യം ഇതാണ്, how many days Onam traditionally celebrated? How many days Onam traditionally celebrated? നാദിയക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് സജന കൊടുക്കാം. 10 days. 10 days. Correct answer ആണ്. വീണ്ടും നവമിയിലോട്ട് വരെയാണ് ചോദ്യം. ശ്രദ്ധിച്ച് കേട്ടോളൂ. The dance form popularly performed by women during Onam. തിരുവാതിര. Tiruvadira is a correct answer. Very good, very good, very good. Yes. അജിയോടാണ് അടുത്ത ക്വസ്റ്റ്യൻ. The most consumed fruit during Onam season. ബനാനയാ. Banana. Yes, it's a correct answer. Very good, very good. ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബനാനയാണ്. ആഷ്മി മോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഷ്മി മോൾ ഉണ്ടാവില്ല, ഷെഫീന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The previous day to Tiruvanam is known as dash. ഉത്രാടം. ഉത്രാടം is a correct answer. Very good, very good, very good. ആരുടെ ചോദ്യം വിട്ടുപോയിട്ടില്ല. യെസ്. അടുത്തത് പ്രിയനോടാണ് ചോദ്യം. The term used for new clothes with new clothes worn, worn during Onam. പറയാം. The term used for the new clothes worn, worn during Onam. ഓണക്കോടി. Yes, ഓണക്കോടി is a correct answer. Yes, ഓണക്കോടി. അത് പറഞ്ഞ ഓണത്തിന് കിട്ടിയ ഓണക്കോടി അല്ലെങ്കിൽ ഓണം കഴിഞ്ഞ തോർത്തുമുണ്ട്. യെസ്. അഭിരാമിയുടെ ചോദ്യം ഇതിൽ ലെങ്ത് ആണ്, പക്ഷെ ഉത്തരം ചെറുതാണ്. ചോദ്യം കുറച്ച് വലുതാണ്. ശ്രദ്ധിച്ചോ. yes sir. ചോദ്യം ഇതാണ്, which art form performed during Onam involve dances painted as leopards and tigers? പുലികളി. is a correct answer. പുലികളി. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ആരെങ്കിലും അതുണ്ടോ? എന്താ സർ? തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ആരെങ്കിലും അതുണ്ടോ? ഞാൻ തൃശ്ശൂരാണ്. ഞാൻ തൃശ്ശൂരാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. സാർ ഇന്നലെ ഇത് ചോദിച്ചതായിരുന്നു, ഇതൊക്കെ ക്വസ്റ്റ്യൻ ഒക്കെ. അതാണ് പെട്ടെന്ന് എല്ലാവരും ആൻസർ പറഞ്ഞത്. ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ ചോദിച്ചു. ഇന്നലത്തെ ക്ലാസ്സില്, കഴിഞ്ഞ ഫ്രൈഡേ ക്ലാസ്സില്. കഴിഞ്ഞ ഫ്രൈഡേ. കള്ളന്മാരെ അത് പറയില്ല. മിണ്ടാതിരിക്കരുത് എല്ലാവരും. ആള് കൊള്ളാലോ. അപ്പൊ മിണ്ടാതിരുന്നപ്പോ എല്ലാവരും ആൻസർ സാറ് പെട്ടെന്ന് എല്ലാവരും ആൻസർ പറഞ്ഞു. ഒരെണ്ണം വിടിയാൻ നോക്കി. ഇല്ല സർ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ നവമിനെ മാറ്റി നിർത്തേണ്ടി വരും. ഞാനും ഇല്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്. ഞാനും ഇല്ല. അപ്പൊ അത് ഇതാണ് പറയാൻ സാധ്യതയുണ്ടായിരുന്നു. കുറച്ചു പേർക്ക് ആദ്യമായിട്ട് കേൾക്കണതിന്റെ പേരിലാണ്.
ഇനിയിപ്പോ ഏതായാലും 2 ചോദ്യം കൂടി ഉള്ളൂ. അപ്പൊ ചോദിച്ചേക്കാം. സമീറ സമീറില്ലേ? സമീറോട് 2 ചോദ്യം കേട്ടോ. The traditional song sung during വള്ളംകളി is called dash. വഞ്ചിപ്പാട്ട്. വഞ്ചിപ്പാട്ട്. കറക്റ്റ് ആണ്. യെസ്. ഒക്കെ നേരത്തെ അറിയാവുന്ന ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായി പോയില്ലേ? യെസ്. Okay. Tasneem. Which day makes the start of Onam? Which day marks the start of Onam? Tasneem. ഉത്രാടം. ഒന്നുകൂടി. Which day marks the start of Onam? Start of Onam, not the previous. Starting of Onam. അത്തം. Yes, correct. Attam. Yes. Sure. നിങ്ങൾ അവരെണ്ണം പറഞ്ഞത് ഞാൻ വേറെ ചോദ്യങ്ങൾ ചോദിക്കില്ലേ? യെസ്. ഏതായാലും ചോദിച്ചു. അപ്പോ നമ്മൾ സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് നമ്മൾ പറഞ്ഞു. നോക്കട്ടെ രസകരമായിട്ടുള്ളത് എന്തെങ്കിലും. യെസ്. നവമേ തുടങ്ങി ആരംഭിക്കുകയാണ്. ഞാൻ ചോദിക്കാൻ പോകുന്നത് ഓരോ ഓക്കെ ഞാൻ എന്റെ ഒരു എക്സ്പ്രഷനോട് പറയട്ടെ. ഓരോ ജീവികളുടെയും കുഞ്ഞുങ്ങളെ പറയുന്ന പേരാണ്. അത് ചോദിച്ചിട്ടുണ്ട് സർ. അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതങ്ങനെ പോകട്ടെ, നോ പ്രോബ്ലം. യെസ്. അത് അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എച്ച് എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഉത്തരം വരുന്ന കുറച്ച് ഉത്തരമാണ് നിങ്ങൾ പറയേണ്ടത്. അങ്ങനെയുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? എച്ച് ആയിരിക്കണം. അല്ലെങ്കിൽ വേണ്ട. ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യം ചോദിക്കാം. ദീപാവലി നമുക്ക് അറിയാൻ പറ്റുമല്ലോ കുറച്ചൊക്കെ. യെസ്, ദീപാവലിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ദീപാവലി ഓർ ദീവാലി. What is the meaning of the word Diwali? Now we will. What is the meaning of the word Diwali? Diwali or Diwali? Yes, common, open to all. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. യെസ്, ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല അല്ലെ? മീനിങ് എന്തായിരുന്നു? ചോദ്യം ഇതായിരുന്നു, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് WORD? വേർഡ് ദീപാവലി. ദീപാവലി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ആൻസർ ഇതാണ്, റോ ഓഫ് ലൈറ്റ്. റോ നിരകള്, റോ ഓഫ് ലൈറ്റ്. ഓക്കെ. അപ്പോ ചോദ്യം അജിയിലേക്ക് വരികയാണ്. ചോദ്യം കണ്ടോളൂ. വിച്ച് ലാംഗ്വേജ് ഡസ് ദ വേർഡ് ദീപാവലി കം ഫ്രം? വിച്ച് ലാംഗ്വേജ് ഡസ് ദ വേർഡ് ദീപാവലി കം ഫ്രം? പാസ്. അറിയില്ല, പാസ് ചെയ്തു. ഷിഫീന. സാർ ഹിന്ദിയാണോ? ഹിന്ദി അല്ല. പ്രിയ. സംസ്കൃതാണോ സാറേ? സംസ്കൃതമാണോന്നല്ല, സംസ്കൃതമാണ്. പ്രിയക്ക് നല്ല ഭാഗ്യമാണ് കേട്ടോ. യെസ്, വെറുതെ അടിച്ചാണല്ലേ. സംഗതി കറക്റ്റ് ആയി.
സാൻസ്ക്രിറ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അടുത്തത് അഭിരാമി, ചോദ്യം ഇതാണ്. Yes, sir. What is the theme, THEME, theme of the festival of Deepavali? What is the theme, THEME, theme of the festival of Deepavali? Diwali. പാസ് ചെയ്തേ? പാസ് ചെയ്തോ? പാസ് ചെയ്തു. സമീറ, പാസ് ചെയ്തേ? തസ്ലീം, പാസ് ചെയ്തേ? Victory of light. Very good. Victory of light over darkness. Victory of light over darkness. Very good, very good, very good, very good. Yes. അപ്പൊ നാദിയ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. നാദിയ ഉണ്ടാവാറില്ലല്ലോ. സജന വിളിക്കും. സജന, what are the lamps, LAMPs, lamps that we light during Diwali is called? What is the name of the lamp that we light in Diwali is called? Name of the light. പേര് നമ്മൾ ചിരാത് എന്നൊക്കെ പറയുന്നതിന് പക്ഷെ പേരുണ്ടായിരുന്നു. സജന, ഓക്കെ ഓക്കെ. നവമി, പാസ് വരുമ്പോ Diya. ദിയ ഇസ് എ കറക്റ്റ് ആൻസർ. ദിയ എന്നാണ് അതിന്റെ പേര്. ദിയ, ദിയ ഇസ് എ കറക്റ്റ് ആൻസർ. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പാസ് ചെയ്ത് വരുമ്പോ അധികം നേരം ചോദിക്കൂല, കാരണം ചോദ്യം നിങ്ങൾ കേട്ടതാണല്ലോ. യെസ്. അപ്പൊ അടുത്ത ചോദ്യം അജിക്കാണ് വരുന്നത്. അജി, ചോദ്യം ഇതാണ്. People decorate their houses with patterns of colors in Diwali. People decorate their houses with patterns of colors in Diwali. What is it called? What is it called? ആ പേരിൽ ചുരിദാറൊക്കെ ഉണ്ട്. എനിക്കറിയില്ല, ഞാൻ പാസ് ചെയ്തു. ആഷ്മി മോൾ, ടിവിയിൽ ഒരു പ്രോഗ്രാമിന്റെ പേര് പണ്ടതായിരുന്നു, ഇപ്പൊ എനിക്കറിയില്ല. യെസ്, അഷ്മി മോൾ പാസ് ചെയ്തേ? ഷഫീന, സർ രംഗോലി ആണോ? രംഗോലി ആണോ? രംഗോലി, അത് തന്നെയാണ് അതിന്റെ പേര്. പാറ്റേൺസ് ഓഫ് കളർ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് രംഗോലി എന്നാണ് പറയുന്നത്. യെസ്. പ്രിയ, ചോദ്യം ഇതാണ്. ഹൗ മെനി ഡേയ്സ് ഈസ് ദീപാവലി സെലിബ്രേറ്റഡ്? ഹൗ മെനി ഡേയ്സ്? ഓണം 10 ദിവസമാണ്, ദീപാവലി എത്ര ദിവസമാണ്? 10 days. പാസ് ചെയ്തേ? അങ്ങനെ വേണമെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്തോ. ഒരു ചാൻസ് കൂടി തരാം. ഓണം പ്രമാണിച്ചുള്ള ടെൻഷനാണ്. 9. ആ, അപ്പൊ കയ്യിൽ പോയി. അഭിരാമി, യെസ് സാർ. പറഞ്ഞോളൂ. 3 ദിവസമാണ്. 3 ദിവസം. ഒരു ചാൻസ് കൂടി, ഒരു ചാൻസ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഒറ്റ ചാൻസ്. ഒരു ദിവസമുള്ളൂ ദീപാവലി. ഒരു ദിവസമുള്ളൂ. സമീറ, തസ്ലീം, 5 ദിവസമാണ്. 5 ദിവസമുള്ളൂ. നേരത്തെ സജനോട് ഇട്ടു. സജന അത് പറഞ്ഞു.
അതെ. കറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ പിന്നെ അതൊന്നും കയറി പിടിക്കൂല എന്ന് ചോദിച്ചിട്ട് സജന കറക്റ്റ് ആയിരുന്നു കേട്ടോ. സജനയാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സജനക്ക് ഒരു ചോദ്യം ചോദിക്കാം. വാട്ട് ഈസ് ദി കോമൺ സ്വീറ്റ് SWEET സ്വീറ്റ് distributed in Deepavali? What is the common sweet distributed in Deepavali? ലഡ്ഡു. Laddu is the correct answer. Laddu തന്നെയാണ്. correct ആണ്. Yes. അപ്പോ അടുത്തൊരു ചോദ്യം മജിയോട് ചോദിച്ചിട്ട് നിർത്താം. ചോദ്യം ഇതാണ്. What do the families often buy to symbolize prosperity? ഈ ദീപാവലി നാളില് what do families often buy, BUY buy, to symbolize prosperity? പടക്കം പൊട്ടിക്കണ Eh? ദീപാവലിക്ക് പടക്കം പൊട്ടിക്കില്ലേ? അല്ല ഒരു പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട് വാങ്ങുന്നു. ദീപങ്ങൾ തെളിയിക്കുന്നത് അതൊക്കെ സംബന്ധിച്ച് വേറൊരു സാധനം വാങ്ങും. എല്ലാരും പഠിക്കൂല, പൈസയൊക്കെ ഉള്ളവര്. അത് അക്ഷയ തൃതീയക്ക് സ്വർണ്ണം വാങ്ങണല്ലേ? അത് തന്നെ. അപ്പൊ എന്താണത്? That is called ഗോൾഡ് വാങ്ങുന്നത്. gold. Correct answer. The answer is right. Gold. Okay. അപ്പോ ഇനി ഓണം കഴിഞ്ഞാണ് നമ്മൾ തമ്മിൽ കാണുന്നത്. ആഘോഷങ്ങളെന്ന് മനുഷ്യനെ ജീവിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളായതുകൊണ്ട് അടുത്ത ഓണം വരെ, അടുത്ത പെരുന്നാൾ വരെ, അടുത്ത വിഷു വരെയൊക്കെ ജീവിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്ന കാര്യങ്ങളായതുകൊണ്ട് എല്ലാവർക്കും നല്ല ഓണാശംസകൾ നേർന്നുകൊണ്ട് നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് വീണ്ടും ഓണം കഴിഞ്ഞതിന് ശേഷം കാണാം. ഓക്കെ ഷഫീന, ഹാപ്പി ഓണം. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഹാപ്പി ഓണം സർ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം സർ. ഹാപ്പി ഓണം സർ. ഹാപ്പി ഓണം സർ. താങ്ക് യു. ഓക്കെ സജന, ഓക്കെ പ്രിയ.